മോളെ ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരായത്തോദിയ നിനക്ക് കിട്ടുന്ന പ്രതിഫലം 100 വർഷത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമാ. പറയുന്നത് സിറാജല്ല, അള്ളാന്റെ റസൂലാ പറയുന്നത്. 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ പൊന്നുമോളെ. പാഴാക്കാതെ ഖുർആൻ ഓദിക്കോ, റമളാനിലെ ഖത്ം ഓതി തീർത്തോ. പ്രായമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് ഈ ആയുസിന്റെ ഇടയിൽ ഒരത്തമെങ്കിലും ഓതാ തയ്യാറെടുത്തോ. എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസമാണ്. റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ. റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റമളാൻ മാസം നല്ല രീതിയിൽ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, റമളാൻ മാസം സന്തോഷത്തോടെ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, അടുത്ത റമളാനിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിശുദ്ധമായ റമളാൻ മാസം നമ്മളിൽ വന്നു ഒരു അതിഥിയായിട്ട്. എന്നിട്ട് നമ്മുടെ അതിഥി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ അടുത്ത റമളാനിന് മുമ്പ് നീ മരിച്ച നിനക്ക് നരകം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, വേറൊന്നും വേണ്ടല്ല, ഈ ഒറ്റ ഹദീസ് മതിയല്ലോ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, ഇന്നാ അഅതൈനാകൽ കൗസർ, അലിഫ് ലാം മീൻ, അതിനെക്കാലേ ഒന്നുമില്ല. അലിഫ് ലാം മീൻ താഹ, 2 അരിയക്കൾ. അള്ളാഹിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ ആ 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയൊക്കെ പറഞ്ഞാലും ചിലരുടെ മനസ്സിലിറങ്ങൂല. എത്ര കേട്ടാലും നമ്മുടെ മനസ്സ് എത്രയായി പോയി. മനുഷ്യ ഒന്ന് ചിന്തിക്ക്, എല്ലാ ശൈത്താന്മാരെയും അള്ളാഹ് കെട്ടിയിട്ടിരിക്കല്ലേ, എല്ലാ ശൈത്താന്മാരെയും അള്ളാഹു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുക. എന്നാലും നമ്മൾ എന്തിങ്ങനെ ആയിപ്പോയി ചോദിക്കും. ചിലപ്പോ കാണുമ്പോ ചോദിക്കും, പരസ്യമായിട്ട് റമളാൻ മാസത്തിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നവനെ കാണുമ്പോ ചോദിക്കും, ഉസ്താദെ എല്ലാ ശൈത്താനെയും കെട്ടിയിട്ടല്ലോ, പിന്നെ ഈ ശൈത്താനേതാ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓന്റെ രക്തത്തിൽ ശൈത്താൻ അലിഞ്ഞു പോയി മനുഷ്യ, ഇനി അവനെ നന്നാക്കാൻ അള്ളാഹെ കൊണ്ടേ പറ്റും. അങ്ങനെ ചിലതുണ്ട്, അങ്ങനെ ചില മനുഷ്യരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ എന്ത് പ്രതിഫലം! ഇത് പെങ്ങന്മാർ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിനി അടുത്ത റമദാൻ ഇല്ല, നാളെ അടുത്ത റമദാൻ ഇല്ല. ഇന്നലെ ഒരു കുടുംബത്തിൽ 9 പേര് നോമ്പ് മുറിക്കാൻ പോയതാ. ഒരു മരിച്ച വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നോമ്പ് മുറിക്കാൻ പോയി. കഴിഞ്ഞില്ല, എല്ലാം കഴിഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ മക്കളെ ജീവിതത്തിന്റെ ആയുസ്. ഈ വഴുത് പറയണ, ഞാൻ ഇന്നെന്റെ വീടെത്തുമെന്ന് എനിക്കുറപ്പില്ല, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഉസ്താദ്മാർക്കൊക്കെ അറിയാം. ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റേജിൽ ഇതുപോലെ നിന്ന് വഴുത് പറയുക. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാം ഉസ്താദിന്റെ അവസാന പ്രസംഗം. അദ്ദേഹം ഇങ്ങനെ മരണത്തെ നിങ്ങൾ ഓർക്കണേ എന്ന് മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് പ്രസംഗിക്കുക. മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണചിന്ത ഉണ്ടാകണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. 4ാമത് അല്ലാ എന്ന് വിളിച്ച് സ്റ്റേജിൽ വീണ് കഴിഞ്ഞപ്പോഴേ മരണത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പം മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. എത്രയുള്ള സഹോദരങ്ങൾ, ആരല്ല, എത്രയോ കബറാളികൾ കിടക്കണം, എത്ര കാഞ്ഞങ്ങാടിനെ വിറപ്പിച്ച എത്രയോ കൊലവമ്പന്മാർ, എത്രയോ കോടീശ്വരന്മാര് കിടക്കണ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഈ പള്ളിക്കാട്ടിൽ? നിങ്ങൾ പോകുന്നുണ്ടോ? ആരേക്ക് നിങ്ങളുടെ വാപ്പ കബറി കിടപ്പുണ്ടല്ലോ, വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും പോയി ഒരു യാസീൻ ഓതും. തിരക്കായി പോയില്ല എല്ലാവർക്കും, ഞങ്ങൾക്കൊക്കെ വലിയ തിരക്ക. വാപ്പാന്റെ കബറിൽ പോയിട്ട് ഒരു യാസീൻ ഓതാൻ സമയമില്ല. പള്ളിക്കാട്ടിൽ കൂടെ പോകുമ്പോഴേ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ഒരു സലാം പറയാൻ സമയമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇനി എന്ന് നന്നാകാൻ? റമളാൻ വന്നിട്ട് നന്നാവാത്തവൻ ഇനി ഒരിക്കലും നന്നാവൂല. ഇന്ന് നന്നായില്ലെങ്കിൽ നമ്മളിനി നന്നാവൂല. ഏറ്റവും കൂടുതൽ ഉപദേശം മനസ്സിൽ സ്വാധീനിക്കുന്ന സമയവാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതം റമളാനാണ്. ഇനി അടുത്ത ദിവസം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരഞ്ഞോ നീ, നിന്നെ കൊണ്ട് പറ്റുന്നത്ര കര. ആരും കാണണ്ട. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരഞ്ഞോ, അല്ലാഹുവോട് കരഞ്ഞിട്ട് ചോദിച്ചു വാങ്ങ്, എന്ത് വേനുണ്ട് പറ. നീ ചെയ്തത് നിനക്കല്ലേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. ഞാൻ ചെയ്ത പാപം എനിക്കറിയൂ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത് നമ്മൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല.
നമ്മൾ ചെയ്യണത് ആരും ഇല്ല മോനെ, നീ ചെയ്യണ എല്ലാരും അറിയണുണ്ട്. അല്ലാഹ് മാത്രമല്ല, ഞാനും അല്ലാഹയും നീയും മാത്രമേ അറിഞ്ഞുള്ളൂ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ചെയ്യണ പാപം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും മാതാപിതാക്കളെ വലിയ സ്നേഹമാണ്. എന്നാൽ മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്ത മക്കളുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ജീവിച്ചിരുന്നപ്പോഴേ ആ പാവങ്ങൾക്ക് നീ സന്തോഷം കൊടുത്തില്ല, മരിച്ചതിന് ശേഷവും നീ എന്താ ഇങ്ങനെ കാണിക്കണം? മരിച്ചതിന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയാണല്ലോ വരുന്നത്. വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്, തെറ്റ് ചെയ്യുമ്പോ ഓർത്തോ മക്കളെ, പാപങ്ങൾ ചെയ്യുമ്പോ ഓർത്തോ. നീ ആരും അറിയുന്നില്ലെന്ന് കരുതുന്നെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് മലക്ക് വായിച്ചു കൊടുക്കും. ഒരു വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ് ചെയ്തത് അടുത്ത വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് വരെ ചെയ്ത, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമഅ നിസ്കാരം കഴിഞ്ഞ് നീ ചെയ്തു തുടങ്ങിയത് ഈ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് വരെ നീ ചെയ്ത എല്ലാ കാര്യവും മരിച്ച മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് മലക്ക് വായിച്ചു കൊടുക്കും. ആ സമയത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറി കിടന്നിട്ട് നീ ചെയ്ത നല്ല കാര്യം കേൾക്കുമ്പോൾ നിന്റെ ഉമ്മ ചിരിക്കും, നിന്റെ വാപ്പ ചിരിക്കും. എന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹ് എനിക്കിങ്ങനെ ഒരു മകനെ ജനിച്ചല്ലോ പടച്ചോനെ, എനിക്കിങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാപ്പയും ഉമ്മയും ഖബറി കിടന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. പക്ഷെ നീ കാണിച്ച വൃത്തികേട് മുഴുവനും റമളാൻ മാസം ആയിട്ട് പോലും നീ നന്നായില്ലെന്ന് നിന്റെ വാപ്പയുടെ അടുക്ക പറയുമ്പോ, നിന്റെ ഉമ്മയുടെ അടുക്ക പറയുമ്പോ, ആ പാവങ്ങൾ ഖബറി കിടന്ന് കരഞ്ഞിട്ട് പറയും, അല്ലാഹ് ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റിൽ പറന്നല്ലോ പടച്ചവനെ. നമ്മുടെ ഉമ്മ നെഞ്ചത്തടിച്ച് വിളിച്ച് കരഞ്ഞിട്ട് പറയും, പടച്ചവനെ ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റിൽ ജനിച്ചു പോയല്ലോ അല്ലാഹ്, ഇവനെയാണല്ലോ ഉറപ്പേ ഞാൻ 9.5 മാസക്കാലം. എന്റെ പ്രിയമുള്ളവരെ, ഖബറി കിടന്നിട്ട് ശപിക്കും നമ്മുടെ ഉമ്മ, ഖബറി കിടന്നിട്ട് നമ്മളെ ശപിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചവരെ നീ വേദനിപ്പിക്കല്ലേ, അവരുടെ ദുആ നീ പേടിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാടെ പ്രാക്ക് പേടിച്ച ഒരുത്തനും നന്നായ ചരിത്രമില്ല. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച ഒരുത്തരും ലോകത്ത് ഇന്ന് വരെ നന്നായ ചരിത്രമില്ല. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മരണത്തിന് ശേഷമാ ശിക്ഷ. ഇല്ല സഹോദരങ്ങളെ, 3 തെറ്റ് ചെയ്താ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അനുഭവിച്ചിട്ടേ പോകൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 തെറ്റുകൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്ത അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടേ പോകൂ. അതിനുള്ള ഒന്നാമത്തെ അടയാളം, എന്റെ ഉമ്മയെ വേദനിപ്പിച്ച മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കള്. ഈ ഖബറിനകത്ത്, ഈ പള്ളിക്കാട്ടിൽ എത്രയോ ഖബറാളികൾ കിടപ്പുണ്ട്, നല്ലവരുമുണ്ട് പന്നവരുണ്ട്. റമളാൻ മാസത്തിൽ എല്ലാ ഖബറാളികളുടെയും ശിക്ഷ അള്ളാഹു നിർത്തിവെക്കുന്ന 27-ാം രാവിന്റെ അന്ന് കാഫിരീങ്ങളുടെ ഖബറിൽ പോലും ശിക്ഷ ഉണ്ടാവൂല. 27-ാം രാവിന്റെ അന്ന് കാഫിരീങ്ങളുടെ ഖബറിനകത്ത് ശിക്ഷ പോലും അള്ളാഹു നിർത്തിവെക്കും. എന്നാ 3 വിഭാഗം ആൾക്കാരുടെ ഖബറിനകത്ത് എത്ര വലിയ ദിവസം വന്നാലും ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അള്ളാഹുവെ, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ, അവന്റെ ഖബറിനകത്ത് റമളാനല്ല, പെരുന്നാളല്ല, നബിദിനമല്ല, ഏത് പുണ്യ ദിവസം വന്നാലും അവന്റെ ഖബറിനകത്ത് തീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അള്ളാഹുവെ പടച്ചവനെ, ജീവിച്ചിരുന്ന കാലത്തെ അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ല, മരിച്ചതിന് ശേഷമെങ്കിലും സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും വെള്ളിയാഴ്ച ഖബറി കടന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ റബ്ബേ. ഞങ്ങളെ ശപിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ ശപിക്കല്ലേ അല്ലാഹ്. ഞങ്ങളും ഖബറിൽ പോകുമ്പോൾ ഓരോ വെള്ളിയാഴ്ചയും സന്തോഷിപ്പിക്കുന്ന സാലിഹായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ, നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബക്കറ്റുകൾ അച്ഛന്റെ സമയമായി. ബക്കറ്റില്ലേ? ഈ സദക്ക നിങ്ങൾക്ക് ആർക്കും വേണ്ടിയല്ല. നിങ്ങൾ പോക്കറ്റിൽ കൈയിട്ട് റമളാൻ ഒരു സദക്ക എടുത്തോ. ആർക്ക് വേണ്ടിയാണെന്നറിയോ? നിന്നെ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച നിന്റെ വാപ്പ, ഈ പള്ളിയിൽ കൊണ്ടുവന്ന് ആദ്യമായിട്ട് നിന്നെ നിസ്കരിപ്പിച്ച നിന്റെ ഉപ്പ, നിനക്ക് നോമ്പ് പിടിക്കാൻ രാവിലെ വിളിച്ചുണർത്തിക്കിട്ട് ഭക്ഷണം തന്ന നിന്റെ ഉമ്മ പള്ളിക്കാട്ടി കിടക്ക. ഒരു വെള്ളിയാഴ്ചയെങ്കിലും അവരൊന്ന് സന്തോഷിക്കട്ടെ, നിന്നെ കൊണ്ട് ഒരു വെള്ളിയാഴ്ചയെങ്കിലും സന്തോഷിക്കട്ടെ. നിന്റെ കയ്യിലുള്ളതിൽ ഒരു നല്ല സദക്ക എടുത്ത് ബക്കറ്റിലിട്ടു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മുറഹീമായ പടച്ചവനെ, അള്ളാഹ് മരിച്ചുപോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ. അള്ളാഹു അവരുടെ ഖബറിനകത്ത് ഇന്ന് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, എനിക്കിങ്ങനെ ഒരു മകൻ ജനിച്ചല്ലോ എന്നോർത്തിട്ട് അവര് ഖബറിൽ കിടന്ന് സന്തോഷിക്കണേ അല്ലാഹ്. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. പെട്ടെന്ന് എല്ലാവരും ആരെയും വിടണ്ട.
പെട്ടെന്ന് അള്ളാഹു കബൂലാക്കുമാറാ. എല്ലാവരും ഇട്ടും പോക്കറ്റിൽ കൈയിട് മനുഷ്യന്മാരെ. മലക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ എല്ലാവർക്കും? പള്ളിയിലെ ഖത്തീബോ തങ്ങന്മാരോ ഒന്നുമല്ല, മലക്കുകൾ ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന. ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും ഇട്ടാ മലക്ക് ദുആ ചെയ്യും. പടച്ചവനെ ഇല്ലാഞ്ഞിട്ടും കൊടുത്തല്ല ബർക്കത്ത് ചെയ്യും പടച്ചവനെ. ഉണ്ട് കൊടുത്തില്ലെങ്കിൽ അപ്പോഴും മലക്ക് ചെയ്യും. ഉണ്ടായിട്ടും കൊടുത്തില്ല പടച്ചവനെ, നീയും ഇതുപോലെ ഇവനെ അങ്ങ് പിടിച്ചെത്തി കാനലാക്കിയേക്കാൻ. എന്തിനാ അപ്പൊ പണി ചോദിച്ചു വാങ്ങണേ? ഉള്ളതിൽ എന്തായാലും ഉണ്ടല്ലോ കൊടുക്കും ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കും. ലോഹറിന്റെ ബാങ്ക് വിളിക്കാറായി, നിർത്താറായ അള്ളാഹ്. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ദുആയൊക്കെ ഉണ്ടില്ലേ? സഫുവ എന്റെ പ്രസംഗത്തിന് ശേഷം സഫുവാൻ തങ്ങളുടെ ദുആയുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ മാസം അള്ളാഹുവെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങൾ, വിശുദ്ധമായ റമദാൻ മാസമാണ്. എപ്പോഴും നന്മ ചെയ്യും. നന്മ ചെയ്യുമ്പോൾ ആ നന്മ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. നിങ്ങൾ നല്ലത് ചെയ്യുന്നത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. ആ മക്കളാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധമായ റമദാനാണ്. ആരും കാണാതെ നിസ്കാരപ്പായിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ് പൊന്നുമോളെ. ചെയ്ത പാപങ്ങൾ എടുത്തു പറഞ്ഞു. അള്ളാഹുവേ പടച്ചവനെ, ഇനി ഞാൻ ചെയ്യൂല അല്ലാ.